ഹായ് ഓൾ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ S3 ഇലക്ട്രോണിക്സുകാരുടെ നെറ്റ്വർക്ക് തിയറിയാണ്. ഈ പോർഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയാണുള്ളത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലേക്ക് പോകുകയാണെങ്കിൽ മെഷ് നോഡൽ അനാലിസിസ് നെറ്റ്വർക്ക് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മെഷ് അനാലിസിസും നോഡൽ അനാലിസിസും ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വീണ്ടും നമ്മൾ സൂപ്പർ മെഷും സൂപ്പർ നോഡും വെച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി സ്റ്റേറ്റ് AC അനാലിസിസ് യൂസിങ് മെഷ് ആൻഡ് നോഡൽ അനാലിസിസ്. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞ എന്ത് തന്നെയാണ്, നോഡൽ അനാലിസിസും ഈ പറഞ്ഞു വന്ന മെഷ് അനാലിസിസും തന്നെയാണ് അവിടെ ചർച്ച. അവിടെ പക്ഷേ ബെസ്റ്റർ നമ്മൾ ആ ഫസ്റ്റ് ഇയർ പഠിച്ച സോഴ്സ് എന്താണ്, ഈ പറഞ്ഞു വന്ന ഇൻഡക്ടർ എന്താണ്, കപ്പാസിറ്റർ എന്താണ്, ഈ പറഞ്ഞു വന്ന റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കും നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ തന്നെ റിപ്പീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ബാക്കിയാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഡിസംബർ ഉണ്ട്, ഡിസംബർ 2022 ഉണ്ട്, അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഇത് ഡിറ്റർമൈൻ ദ വോൾട്ടേജ് അക്രോസ്, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. 1 മാർക്കിൽ പാർട്ട് എ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. വോൾട്ടേജ് അക്രോസ് 10Q 10 ഓം റെസിസ്റ്റർ അപ്ലൈയിങ് എ സൂട്ടബിൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്, ക്രിഷോഫ്സ് വോൾട്ടേജ് ലോ, ഡിപ്പെൻഡൻ്റ് ആൻഡ് കൺട്രോൾഡ് സോഴ്സ്, ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ്, കൺസെപ്റ്റ് ഓഫ് സൂപ്പർ മെഷ് ആൻഡ് സൂട്ടബിൾ എക്സാമ്പിൾ. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കേസ് പറയുകയാണെങ്കിൽ ആ പറയുന്ന മൊഡ്യൂൾ 1 തന്നെ പാർട്ട് ബി ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2Q അല്ല 2 ഓം റെസിസ്റ്റർ യൂസിങ് മെഷ് അനാലിസിസ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചേക്കുന്നത്. അവിടെ നമുക്ക് ഈ പറയുന്ന ഓരോ ഇവിടുത്തെയും കറണ്ട് കണ്ടുപിടിച്ച് നമ്മൾ I1 I2 എന്ന് കൊടുത്ത് അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ഇവാലുവേറ്റ് 250 ഓം റെസിസ്റ്റർ യൂസിങ് നോഡ് അനാലിസിസ്. 8 മാർക്ക് ക്വസ്റ്റ്യനായിട്ടാണ് കാണുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 10 ഓം റെസിസ്റ്ററിന് അക്രോസ്, ഈ ക്വസ്റ്റ്യനിൽ 10 ഓം റെസിസ്റ്റർ ഈ അക്രോസുള്ള കറണ്ടാണ് ചോദിച്ചേക്കുന്നത് തോന്നുന്നു, വോൾട്ടേജ്, ഇതിനക്രോസുള്ള വോൾട്ടേജ് ആണ് അത് കണ്ടുപിടിക്കാൻ 40 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അവിടെ പക്ഷേ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ഒക്കെ അവിടെ ഉണ്ട്, വോൾട്ടേജ് ഡിപ്പെൻഡൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് മേ ബി ദെയർ വിൽ ബി സം കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അവിടെ പക്ഷേ ഏത് വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള നോഡൽ ലൈൻ ഉപയോഗിച്ചാലും മതിയാവും, അല്ലെങ്കിൽ മെഷ് ഇക്വേഷൻ അപ്ലൈ ചെയ്താലും മതിയാവും. അപ്പോൾ ഈ പറയുന്ന ഇത് ഏതെങ്കിലും വെച്ച് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണ് വോൾട്ടേജ് നോഡ് യൂസിങ് നോഡ് അനാലിസിസ്. അപ്പോൾ നമ്മൾ ഡേറ്റം നോഡ് ഗ്രൗണ്ട് കൊടുത്ത് വെച്ച് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ബാക്കിയുള്ളതെല്ലാം വോൾട്ടേജ് സോഴ്സായിട്ടൊക്കെയാണ് കാണിച്ചേക്കുന്നത്, കറണ്ട് സോഴ്സൊക്കെ ആയിട്ട് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ എനിവേ ഇത് ഈ ഒരു പ്രോബ്ലംസ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മെഷ് അനാലിസിസ് ആണെങ്കിലും ഈ പറയുന്ന ഈ കേസിലെല്ലാം തന്നെ നമ്മൾ പ്രോബ്ലം കുറച്ചുകൂടെ ഈ മൊഡ്യൂളിൽ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് ഈ പറയുന്ന പ്രോബ്ലംസ് ഒന്നും അത്ര സിമ്പിളായിട്ടുള്ളതല്ല, നമ്മൾ ടൈം എടുത്ത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഒന്നുണ്ട്, 14 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇൻഡക്ടറിന് നമുക്ക് JωL ആണ്, ഇത് റിയാക്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കോംപ്ലക്സിൽ നമ്മുടെ ഈ പറഞ്ഞു വന്ന കാൽക്കുലേറ്റർ ചെയ്യേണ്ടി വരും. ബാക്കിയെല്ലാം നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻ അപ്ലൈ തന്നെയാണ്, നോഡൽ ഇക്വേഷൻ കൃത്യതയോടെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ മെഷ് ഇക്വേഷൻ കൃത്യതയോടെ അപ്ലൈ ചെയ്യുക. ക്ലിയർ ആണ്? ഇതേപോലെ തന്നെ മൊഡ്യൂൾ 1 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്, ഡിസംബർ 2022. അതും ഒരു AC അനാലിസിസ് ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം VX കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 8 മാർക്ക് ക്വസ്റ്റ്യനായിട്ട്. ഇവിടെ പക്ഷേ ഒരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്, മുമ്പത്തെ ക്വസ്റ്റ്യൻ ഏകദേശം സെയിം ആയിട്ട് തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്, ശരിയല്ലേ? അതേപോലെ തന്നെ ഇതും നമുക്ക് ഈ പറയുന്ന പോലത്തെ ക്വസ്റ്റ്യനാണ്, അവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന സൂപ്പർ മെഷ് ആയിരുന്നാലും യൂസിങ് ദ നോഡ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂപ്പർ വോൾട്ടേജ് അവിടെ, സൂപ്പർ നോഡ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, സൂപ്പർ മെഷ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. മെഷ് അനാലിസിസിൽ ഈ പറഞ്ഞു വന്ന AC അനാലിസിസ് ആകുമ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ വരുമ്പോൾ അപ്പോൾ അതിൻ്റെ റിയാക്റ്റൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി മൊഡ്യൂൾ വേണമെങ്കിൽ തന്നെ വീണ്ടും ഒരു പ്രോബ്ലം പറയുന്നുണ്ട്, 6 മാർക്ക് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയാൽ കാണാം 3 മെഷോളം വരുന്നുണ്ട്. ആ 3 മെഷ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞു വന്ന ഫസ്റ്റ് ആൻഡ് I1 ആൻഡ് I2 ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇതും ഏതാണ് മെഷ് ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞ് ഇതിനകത്ത് വരുന്നത്, നമ്മുടെ മൊഡ്യൂൾ 1 അത് വരുന്നത്.
നമ്മൾ ഇനി മൊഡ്യൂൾ 2 കുറിച്ച് പറയുകയാണെങ്കിൽ നെറ്റ്വർക്ക് തിയറംസ്, തെവനിയൻ തിയറം വരുന്നുണ്ട്, നോർട്ടൺ തിയറം വരുന്നുണ്ട്, സൂപ്പർപോസിഷൻ തിയറം വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കൂ, ഫസ്റ്റ് മൊഡ്യൂൾ മുഴുവൻ പ്രോബ്ലംസ് ആണ് ഇത്രയും നാളും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് റിപ്പീറ്റിംഗ് ആയിരിക്കും. നോഡലും മെഷീൻ ചെയ്യാൻ പഠിക്കാതെ ജന്മത്ത് ഈ പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂൾ മാർക്ക് കിട്ടില്ല. ഇത് പഠിച്ചാൽ ബാക്കിയുള്ള മൊഡ്യൂളെല്ലാം വളരെ സിമ്പിളാവും. സൂപ്പർപോസിഷൻ തിയറം, റെസിപ്രോസിറ്റി തിയറം, മാക്സിമം പെർഫോമൻസ് തിയറം. അപ്പോൾ ഇതും വളരെ എളുപ്പമുള്ള മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിലും പക്ഷേ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് കാണുമ്പോൾ അറിയാം. നമുക്ക് ഈ പറയുന്ന മൊഡ്യൂൾ 2 പറയാണ് റൈറ്റ് ദ സ്റ്റെപ്പ് ടു ഫൈൻഡിങ് ദ നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട്, സൂപ്പർപോസിഷൻ തിയറം, നോർട്ടൺ ഇക്വലന്റ്, മാക്സിമം പെർഫോമൻസ് തിയറം, റെസിപ്രോസിറ്റി തിയറം. അപ്പോൾ തിയറംസ് എന്താണെന്ന് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇവിടെ 2 ഓം റെസിസ്റ്ററിൻ്റെ അകത്തുള്ള സൂപ്പർപോസിഷൻ തിയറം അപ്ലൈ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 ഓമിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിനെ ഷോർട്ട് ചെയ്യും, വോൾട്ടേജ് സോഴ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിനെ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഓരോ സമയത്ത് ഈ 5 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് നമ്മുടെ ആൽജിബ്രായിക് സം എടുക്കുക. ശരിയല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ അവിടെ വെച്ച് പഠിക്കും. ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് പറയുന്നുള്ളേ ഉള്ളൂ. ഇവിടുത്തെ ഈ എ ബിക്ക് അക്രോസ് ഉള്ള തെവനിയൻ ഇക്വലന്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസിൽ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിഫറൻറ്റ് മെത്തേഡിലാണ്. അത് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഇവാലുവേറ്റ് ദ വാല്യൂ ഓഫ് RL മാക്സിമം പവർ, ഇത് ഇവാലുവേറ്റ് ദ മാക്സിമം പവർ അക്രോസ് ദി ലോഡ്. ഇവിടുത്തെ അക്രോസ് ദി ലോഡാണ് ചോദിച്ചേക്കുന്നത്. RL എന്ന് ഉദ്ദേശിക്കുന്നത് ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഈ RL അക്രോസ്. അപ്പോൾ അതിന് അക്രോസ് വരുന്ന എന്ത് ചെയ്യണം, തെവനിയൻ ഇക്വലന്റ് കണ്ടുപിടിക്കണം. തെവനിയൻ ഇക്വലന്റ് കണ്ടുപിടിച്ചതിന് ശേഷം RS ഈക്വൽ എന്താകും, അല്ലെങ്കിൽ RL ഈക്വൽ ടു RS ആവും. ആ സമയത്ത് P max എന്തായിരിക്കും, VS²/4RL. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നുകൂടെ പഠിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ഇത് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ തെവനിയൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ പറയുന്ന വോൾട്ടേജ് സോഴ്സിന് ഇവിടെയും നമുക്ക് എന്തുണ്ട്, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ട്. സെക്കൻഡ് കേസാണ് വരുന്നത് തെവനിയൻ്റെ. അപ്പോൾ ഇവാലുവേറ്റ് റെസിപ്രോസിറ്റി തിയറം ഇതും പഠിക്കേണ്ടതുണ്ട്. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ഇതുമെല്ലാം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പ്രോബ്ലം ചെയ്യാൻ പഠിക്കാതെ ഈ പറയുന്ന പേപ്പർ പഠിക്കാൻ അല്ലെങ്കിൽ പാസ്സാകാൻ ഇച്ചിരി പാടുപെടും. അപ്പം തെവനിയൻ ഇക്വലന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ പക്ഷേ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജും റെസിസ്റ്റൻസും ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലോഡ് റെസിസ്റ്റൻസ് RL ഫോർ ദി മാക്സിമം പവർ ട്രാൻസ്ഫർ. അപ്പോൾ ആ കണ്ടീഷനിൽ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോഴത്തെ തെവനിയൻ ഇക്വലന്റിനെ അക്രോസ് കണ്ടുപിടിക്കണം. എന്നിട്ട് RL ഈക്വൽ എന്താണ്, RS ആകണം. മാക്സിമം പവർ ട്രാൻസ്ഫർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണം. VS²/4RL. ഓക്കെയാണ്. ഇത് നെറ്റ്വർക്ക് ഷോ നോർട്ടൺ ഇക്വലന്റ് അക്രോസ് AB കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ആൻഡ് ഫൈൻഡ് ദ കറണ്ട് 10 ഓം റെസിസ്റ്റർ. അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ പറയുന്ന നോർട്ടൺ ഇക്വലന്റ് അക്രോസ് 10 ഓം വെച്ചിട്ട് അതിൻ്റെ അകത്ത് എത്ര കറണ്ട് ഉണ്ടെന്ന് കറണ്ട് ഡിവിഷൻ റൂൾ വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിയും പറയാനുള്ള മൊഡ്യൂൾ 2 വേറെ പ്രോബ്ലംസ് ആണ് പറയുന്നത്. അപ്പം പറയുന്നത് 6 ഓം റെസിസ്റ്റർ യൂസിങ് സൂപ്പർപോസിഷൻ തിയറം. സൂപ്പർപോസിഷൻ തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറണ്ട് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. വോൾട്ടേജ് സോഴ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഇനി കറണ്ട് സോഴ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്യും. എന്നിട്ട് ഈ പറയുന്ന 6 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് 2 തവണ കണ്ടുപിടിക്കും. എന്നിട്ട് ആൽജിബ്രായിക് സം എടുക്കും. അല്ലേ? നമ്മളതെല്ലാം അവിടെ ചെന്ന് പഠിക്കും. അപ്പോൾ ഇനി RL അക്രോസ് ഉള്ള മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. P max കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. P max ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു, VS²/4RL. അതെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ ഇനി ഈ പറയുന്ന ഇത് AC അനാലിസിസ് ആണ്. AC അനാലിസിസ് വെച്ച് കറണ്ട് ത്രൂ ദി ഏതാ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നതെന്ന് അറിയില്ല. അത് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നമ്മളത് ചെയ്യും ആ പ്രോബ്ലം എല്ലാം ക്ലാസ്സിൽ. ഇത് 1 ഓം റെസിസ്റ്റർ യൂസിങ് നോർട്ടൺ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 1 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള എന്ത് കണ്ടുപിടിക്കണം, AB എന്ന് പറഞ്ഞ ടെർമിനൽ അക്രോസ് ഉള്ള നോർട്ടൺ ഇക്വലന്റ് കണ്ടുപിടിക്കണം. നോർട്ടൺ ഇക്വലന്റ് നമുക്കറിയാം ഒരു കറണ്ട് സോഴ്സ് ഒരു റെസിസ്റ്റൻസുമാണ് ABക്ക് അക്രോസ് വരുന്നത്. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യും, ഈ 1 ഓമിയുടെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അത് കറണ്ട് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത തെവനിയൻ ഇക്വലന്റ് ഓഫ് ദ നെറ്റ്വർക്ക് വിത്ത് റെസ്പെക്ട് ടു AB. ആ AB എന്ന് പറയുന്ന ടെർമിനൽ അക്രോസ് ഉള്ള തെവനിയൻ ഇക്വലന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പക്ഷേ ഒരു കാര്യം അറിയേണ്ടത് എന്താണെന്നറിയോ, ഈ പറയുന്ന ഇതൊരു AC അനാലിസിസ് ആയതുകൊണ്ട് അത് കാൽക്കുലേറ്റർ വെച്ച് നമ്മൾ കൃത്യമായിട്ട് സോൾവ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. ഓക്കെയാണ്. അപ്പോൾ ഇനിയും നമ്മൾ മൊഡ്യൂൾ 3 നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പറയട്ടെ. ഇവിടെ തെവനിയൻ ഇക്വലന്റ് വരെയുള്ള തിയറംസ് നമ്മൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഈ ആപ്ലിക്കേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിലാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നാണ് ഇനീഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ തിയറം, ട്രാൻസ്ഫോർമേഷൻ ബേസിക് സിഗ്നൽ. നമ്മുടെ ഈ പറഞ്ഞു വന്ന നമ്മുടെ എന്തൊക്കെയുണ്ട് ബേസിക് ആയിട്ടുള്ളത്, നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞു വന്ന സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഡെൽ ഫംഗ്ഷൻ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എല്ലാം RLC സർക്യൂട്ടുകളിൽ അപ്ലൈ ചെയ്താൽ ഇമ്പൾസ്, സ്റ്റെപ്പ്, സൈനുസോയിഡൽ ഇൻപുട്ട് ഇതിനൊക്കെയുള്ള അനാലിസിസ് ആണ് നമ്മൾ നെറ്റ്വർക്കിൻ്റെ ചെയ്യുന്നത്. ഡിപ്പെൻഡൻറ്റ് സോഴ്സും ഒക്കെ വരുന്ന കേസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഏതാണെന്ന് നോക്കിയാൽ
ഒബ്റ്റൈൻ ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ സിഗ്നൽ, ഇത് പഠിക്കാനുണ്ട്. അപ്പോൾ ഡിറൈവ് ദ ടൈം റെസ്പോൺസ് ഓഫ് ആർ എൽ സർക്യൂട്ട് വിത്ത് എ സ്റ്റെപ്പ് ഇൻപുട്ട്, ഇതെല്ലാം അറിയേണ്ടതാണ്. പാരലൽ ആൻഡ് സീരിയൽസ് മോഡൽ ഓഫ് എ ഇക്വലന്റ് സർക്യൂട്ട് ഫോർ ആൻ ഇൻഡക്ടർ, ഇതെല്ലാം അറിയേണ്ടതാണ്. നമ്മളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. അടുത്ത ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി വേവ് ഫോം, ഓക്കെ. അടുത്ത സ്റ്റേറ്റ് ഇനിഷ്യൽ വാല്യൂ തിയറം ആൻഡ് ഫൈനൽ തിയറം എഫ് ഓഫ് ടി വിച്ച് ഹാവ് എ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഈ പറയുന്ന എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു 2s പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 5. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദി കറണ്ട് ത്രൂ ദ ആർ സി സർക്യൂട്ട് ഡ്യൂ ടു ഇമ്പൾസ് ഓഫ് ദി സർക്യൂട്ട്, അറിയേണ്ട കാര്യമാണ്. അത് നമ്മൾ മുമ്പ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ് പറഞ്ഞെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ആർ സിയുടെ ഇമ്പൾസ് ഫംഗ്ഷനാണ് പറയുന്നത്. ഇത് വേരിഫൈ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂ തിയറം ഓഫ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇക്വേഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. യൂണിറ്റ് റാമ്പാണ് കൊടുക്കുന്നതെങ്കിൽ ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിട്ട് എടുത്താൽ ടൈം ഡൊമെയിൻ റെസ്പോൺസ് കണ്ടുപിടിച്ചത്. ഐ ഓഫ് ടി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു. അവിടെ സൈൻ 2g സൈൻ 10t എന്നാണ് കാണുന്നത്. 20 ആണ്, 2g അല്ല, ഇത് 20 ആണ്. 20 സൈൻ 10t at t is equal to 0. അസ്യൂം ദാറ്റ് ദി ഇനിഷ്യൽ വാല്യൂ ഓഫ് ദി കറന്റ് ത്രൂ ദി ഇൻഡക്ടർ ഈസ് 0. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ AC അനാലിസിസ് ആണ്. ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ, ഇത് ഈ പറഞ്ഞു വന്നേക്കുന്ന വി ഓഫ് ടിയും 6 ഡെൽ ഓഫ് ടി ഒക്കെ കൊടുക്കുക ഈ പറയുന്ന ഇതിനകത്ത്. ആ സമയത്തുള്ള കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജിൻ്റെ ഇക്വേഷൻ BC ഓഫ് ടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫൈൻഡ് ദി എക്സ്പ്രഷൻ ത്രൂ ദ കറണ്ട് ത്രൂ ദ സീരീസ് RC സർക്യൂട്ട് വെൻ എ യൂണിറ്റ് റാമ്പ് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ഇറ്റ്, റൈറ്റ് ആണ്. ഇനിയും ഇത് പൊസിഷൻ A to B ഇത് ചെയ്യുന്ന സമയത്ത് എക്സ്പ്രഷൻ ഫോർ ദ ട്രാൻസിയൻറ്റ് കറണ്ട് ഐ ഓഫ് ടി, ഇത് സോഴ്സ് ഫ്രീ കണ്ടീഷനാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി പീരിയോഡിക് സിഗ്നൽ, ഈ പറയുന്ന എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ലാപ്ലേസിൻ്റെ നമ്മുടെ ഇക്വേഷൻ ഒരു സിഗ്നലിൻ്റെ ലാപ്ലേസ് സൈൻ ടൈം ഡൊമെയിനിലോട്ട് കൺവേർട്ട് ചെയ്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ വെച്ച് ഇൻഡക്ടൻസ് 3H ഫോർ എ ടി ഗ്രേറ്റർ ദാൻ 0. അസ്യൂം ദാറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് ബീങ് റീച്ച്ഡ് അറ്റ് t is equal to 0. ഈ സമയത്തുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഐ ഓഫ് ടിയുടെ ഒക്കെ ഇക്വേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇതേപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു. രണ്ടും R മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ അടുത്ത കേസ് എന്താ പറഞ്ഞേക്കുന്നത്, അറ്റ് t is equal to 0 ഡാഷിൽ ഡിറ്റർമിൻ ദ വോൾട്ടേജ് ഓഫ് EC ഓഫ് ടി, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, നമുക്കത് പഠിക്കാം. അപ്പോൾ 4th മൊഡ്യൂളിലോട്ട് എത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് നെറ്റ്വർക്ക് ഫങ്ഷൻസ്. ഇതും വളരെ എളുപ്പമാണ്. ആസ് കമ്പയർ ടു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൊഡ്യൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മൊഡ്യൂളൊക്കെ ലാസ്റ്റ് 2 മൊഡ്യൂൾസും വളരെ എളുപ്പം പഠിക്കാവുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കുക, ആദ്യത്തേൻ്റെയൊക്കെ എഫക്റ്റ് ഇതിനകത്തോട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ തേർഡ് മൊഡ്യൂൾ പഠിക്കാതെ ഇവിടോട്ട് വന്നിട്ടങ്ങ് പഠിക്കാമെന്ന്. അത് പഠിക്കുക തന്നെ വേണം. കാരണം അത് പഠിക്കാൻ ഒത്തിരി പാടൊന്നുമില്ല. പ്രോബ്ലം ഒരു ബേസിസിൽ ഒരു കൃത്യമായിട്ടൊക്കെ അറിയാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് നെറ്റ്വർക്കിൻ്റെ എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിയും സിംഗിൾ പോർട്ട് 2 പോർട്ട് നെറ്റ്വർക്ക്, പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രൈവിംഗ് മോഡ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് പോൾസ് നെറ്റ്വർക്ക്, ടൈം ഡൊമെയിൻ റെസ്പോൺസ്, 0 ഇമ്പൾസ് ഫംഗ്ഷൻ റെസ്പോൺസ്, നെറ്റ്വർക്ക് ഫംഗ്ഷൻ, സൈനസോയിഡ് സ്റ്റേറ്റ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന തിയറി അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സിലബസ് കാണുന്നതിനേക്കാൾ വളരെ നല്ലത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ, ഇപ്പം നമ്മളൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്, അത് മൊഡ്യൂൾ വൈസ് തിരിച്ചായിട്ടേക്കുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡാം ഷുവർ നിങ്ങൾ നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ടാകും. അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയട്ടെ, നമ്മുടെ എല്ലാ ഈ പറഞ്ഞ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ നമ്മുടെ ബോട്ടിൽ കയറിയാൽ മതിയാവും. ബോട്ടിനകത്ത് ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ കയറിയാൽ മതിയാവും. പിന്നെ ഒരു കാര്യം, ഈ പറയുന്ന പഠനത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നല്ല മാർക്ക് നെറ്റ്വർക്കിനൊക്കെ സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റും. അതിനൊറ്റ കാര്യമേ ഉള്ളൂ, എല്ലാ പ്രോബ്ലംസും ഇതിൽ പറയുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾ പഠിച്ചിട്ട് പോകട്ടെ കേട്ടോ. അത് മനസ്സിലായി തന്നെ പഠിച്ചിട്ട് പോകാൻ പറ്റട്ടെ. കാരണം ഈ പേപ്പറൊക്കെ വളരെ പാടുള്ളതെന്ന് എല്ലാവരും പറയുന്നത്. എന്നാൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, കൃത്യതയോടെ പഠിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാവുന്ന സിമ്പിൾ രസകരമായ പേപ്പറാണ്. രസകരം എന്ന് പറയാൻ കാരണം നമുക്ക് ആ പ്രോബ്ലമൊക്കെ നല്ലപോലെ പഠിച്ചാൽ നമുക്ക് വിത്തിൻ ആ ഒരു തെറ്റില്ലാതെ കൃത്യതയോടെ ചെയ്യാൻ പറ്റുകയും അത് നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് 4ാമത്തെ മൊഡ്യൂളിൻ്റെ ഈ പറഞ്ഞു വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാൻ ശ്രമിച്ചാൽ, മൊഡ്യൂൾ 4
ഡ്രോ ദി പോൾ സീറോ ഡയഗ്രാം ഓഫ് ദ ഫംഗ്ഷൻ റെഡ്യൂസ് ദ ടൈം ഡൊമൈൻ റെസ്പോൺസ്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. ഇത് ശരിക്കും നിങ്ങൾ കൺട്രോൾ സിസ്റ്റത്തിൽ ചിലവും വീണ്ടും പഠിക്കുന്നുണ്ട്. S6 S4 അങ്ങനെ ആയിരിക്കും, S5 അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അവിടെയും ഇത് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച് പഠിച്ചു പോകുകയാണ്. വളരെ സിമ്പിളാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പറഞ്ഞ ഡ്രൈവിംഗ് പോയിന്റ് കണ്ടുപിടിക്കും. ഇവിടെയും ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് ഫംഗ്ഷനാണ്. ഇതൊക്കെ ചെയ്യാൻ ഇച്ചിരി ഉണ്ട്. നമുക്ക് ആ മറ്റേ നെറ്റ്വർക്കിൻ്റെ അതാ ഞാൻ പറഞ്ഞു വന്ന് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഈ പറഞ്ഞു വന്ന നമ്മുടെ KCLും KVLും ഒക്കെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു വന്ന ഇക്വേഷൻസ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് ശീലിച്ചിരിക്കണം. അങ്ങനെ വന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇതെല്ലാം വളരെ സിമ്പിളാണ്. പ്ലോട്ട് ഫേസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇത് ശരിക്കും കൺട്രോൾ സിസ്റ്റമാണ്. ആക്ച്വലി ഇവിടുന്ന് നമ്മളിത് പഠിക്കുന്നത് വളരെ എളുപ്പമാണ്. ഇതൊന്നും വലിയ പാടുള്ള കാര്യങ്ങളല്ല. കാരണം ലാപ്ലേസ് ഡൊമൈനിലുള്ള ചർച്ചകളാണ് ഈ നടക്കുന്നത്. ഈ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് എന്താ ടൈം ഡൊമൈൻ V(t) ഇൻ ദ പ്രോസസ് റിപ്പോർട്ട് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. V0 BFS ഈ പറയുന്ന ഇക്വേഷൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ കൺട്രോൾസ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ഡ്രൈവിംഗ് പോയിന്റ് ഫംഗ്ഷൻ y ഈക്വൽ ടു എന്താണ് എഴുതിയേക്കുന്നത് മനസ്സിലായില്ല. അത് നമുക്ക് കൃത്യമായിട്ട് ആ സമയം V2/V1 ആയിരിക്കണം. അത് നമുക്ക് നോക്കാം. ഇത് വോൾട്ടേജ് ഓഫ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ V(s) S+2 × S+6 /S+1 × പോൾ സീറോ ഡയഗ്രാം. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയാണ് ഇതിൽ. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ് ആ മൊഡ്യൂൾ. പക്ഷേ ഒന്നുണ്ട്, ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാതെ അത് എടുക്കണം എന്നുള്ള ആഗ്രഹം വേണ്ട. ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചേ നമുക്കത് പോകാൻ പറ്റുള്ളൂ. ലാസ്റ്റ് മൊഡ്യൂളാണ് 2 പോർട്ട് നെറ്റ്വർക്ക്. ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂളാണ് ഇത്. പക്ഷേ നമുക്കൊരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു അപ്രോച്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഇമ്പിഡൻസ്, അഡ്മിറ്റൻസ്, ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ്, റിലേഷൻഷിപ്പ്, സീരീസ് പാരലൽ കണക്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്, റെസിപ്രോക്കൽ ആൻഡ് സിമെട്രിക്കൽ 2 പോർട്ട് നെറ്റ്വർക്ക്, ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ്, ഇമേജ് ഇമ്പിഡൻസ്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഇത് മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ EMFTയിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ പഠിക്കുന്ന അവസാനത്തെ പോർഷൻ തന്നെയാണ് ഈ കാണുന്നത്. അത് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആകുന്നുണ്ട്. ഇതും അതുമായിട്ടൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് പറയുകയാണ്. 5th മൊഡ്യൂൾ ഡിറൈവ് ദ കണ്ടീഷൻ ഓഫ് സിമെട്രി ആൻഡ് റെസിപ്രോസിറ്റി ഓഫ് ദി വളരെ ഇമ്പിഡൻസിൻ്റെ എന്താണ് Z11 = Z22, Z12 = Z21. ഇതൊക്കെ നമ്മൾ പഠിച്ചു വരും കുറച്ചുകൂടെ കഴിയുമ്പോൾ. ഓപ്പൺ സർക്യൂട്ട് ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സ്, അത് ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സ് തന്നെയാണ്. ABCD പാരാമീറ്റേഴ്സ് ഉണ്ട്, ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സ് ഉണ്ട്, വീണ്ടും പറയുന്നുണ്ട്. റെസിപ്രോസിറ്റി കണ്ടീഷൻ പറയുന്നുണ്ട്. 2 പോർട്ട് നെറ്റ്വർക്ക് ഓപ്പൺ സർക്യൂട്ട് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്. വെദർ സിമെട്രിക് ആണോ റെസിപ്രോക്കൽ ആണോ നോക്കാൻ പറയുന്നത്. ഇതൊക്കെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. Y പാരാമീറ്റേഴ്സ് ഓഫ് ദി നെറ്റ്വർക്ക്. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാക്കണം എങ്ങനെയാണ് Y പാരാമീറ്റേഴ്സിൽ എനിക്ക് വേണ്ട ഏത് നെറ്റ്വർക്കാണ്, ഏത് നെറ്റ്വർക്ക് വെച്ച് എനിക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൈ മോഡലിലോട്ട് മാറ്റാൻ പറ്റും. ആ പൈ മോഡലിലോട്ട് മാറ്റിയതിന് ശേഷം വളരെ സിമ്പിളായിട്ട് ഇത് രണ്ടുകൂടെ സീരീസോ പാരലാക്കി എടുക്കാൻ പറ്റും. ഇവിടെ പാരലായിട്ട് കഴിഞ്ഞിട്ട് Y1 Y2 ആഡ് ചെയ്താൽ ടോട്ടൽ കിട്ടും. ഇതൊക്കെ നിങ്ങൾ അവിടെ ചെലവും പഠിക്കും. ഇവിടെ സീരീസ് പാരൽ കോമ്പിനേഷൻ കാരണം ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് വെച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ഒന്നും വെച്ചാൽ നമുക്ക് സെറ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. അവിടെ നിന്ന് ട്രാൻസ്ഫോം ചെയ്താൽ വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഇനിയും Y പാരാമീറ്റേഴ്സ്, സെറ്റ് പാരാമീറ്റേഴ്സ്, ABCD പാരാമീറ്റേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് സെറ്റ് പാരാമീറ്റേഴ്സ് ആൻഡ് ABCD പാരാമീറ്റേഴ്സ്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്തുമാത്രമാണ് പറയുന്ന ട്രാൻസിഷൻ മാത്രമാണ്. അത് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന Y പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് സോൾവ് ചെയ്യാൻ നമുക്ക്. ഡിറൈവ് ദ കണ്ടീഷൻ ഓഫ് റെസിപ്രോസിറ്റി ആൻഡ് സിമെട്രി ഓഫ് Y പാരാമീറ്റേഴ്സ് ഓൺ H പാരാമീറ്റേഴ്സ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ പ്രോബ്ലം ഇതിൻ്റെ കേസിൽ കണക്റ്റഡ് ഇൻ സീരീസ് ഒബ്റ്റെയിൻ ദ സെറ്റ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ 2 നെറ്റ്വർക്ക് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയുമ്പം ഇവിടുന്ന് നമുക്ക് 2 T നെറ്റ്വർക്ക് ആക്കാൻ പറ്റും. അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. നമുക്കിതെല്ലാം ക്ലാസ് ചെയ്യിക്കുന്നുണ്ട്. ഇത് ട്രാൻസ്മിറ്റർ പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് സെറ്റ് പാരാമീറ്റേഴ്സ്. ഇത് നമ്മൾ ചെയ്ത് തന്നെ ശീലിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് എല്ലാം എഴുതാൻ പറ്റും ക്ലാസ്സിൽ. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ്, Y പാരാമീറ്റേഴ്സ് ചോദിച്ചേക്കുന്നത്. Y പാരാമീറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്താൽ മതി, പൈ നെറ്റ്വർക്കായിട്ട് 2നെ നമുക്ക് ഈ പറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് പൈ നെറ്റ്വർക്ക് ആക്കാൻ പറ്റിയത്. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. 2 പോർട്ട് നെറ്റ്വർക്ക് കണക്റ്റഡ് ഇൻ സീരീസ്. ദ റിസൾട്ടൻറ്റ് സെറ്റ് മെട്രിക് സം ഓഫ് ദിസ് ഈച്ച്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സെറ്റ് പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഡെറൈവ് ചെയ്യാനാണ് പറയുന്നത്. അതേപോലെ തന്നെ പാരാമീറ്റേഴ്സ് ഷോൺ ദ കൺസെപ്റ്റ് ഓഫ് സീരീസ് ഇൻ്റർ കണക്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നുണ്ട്.
അടുത്ത കേസ് എന്താ വെച്ചാൽ എക്സ്പ്രസ് ദ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ഇൻ സെറ്റ് പാരാമീറ്റേഴ്സ് ആൻഡ് എച്ച് പാരാമീറ്റേഴ്സ്. നമ്മളെല്ലാ തവണയും ക്വസ്റ്റൻ റിപ്പീറ്റ് ആകുന്നുണ്ട്, വീണ്ടും വീണ്ടും ഒരേ രീതിയിൽ തന്നെ ക്വസ്റ്റൻ വരുന്നത്. ഡിറ്റർമിൻ ദ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് ഓഫ് ദ നെറ്റ്വർക്ക്. ഇതൊക്കെ നമ്മൾ ക്ലാസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇത്രയ്ക്ക് ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ എനിവേ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എന്താണ് സിലബസ് പഠിക്കാനുള്ളത് ഒരു കാര്യം വ്യക്തമാണ്, ഫസ്റ്റ് 2 മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിവേ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. നമുക്ക് നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ചുള്ളൊന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ പറയുന്ന പ്രീമിയം ബാച്ചും ഉണ്ട്, ഇതുമുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ. ഇതിൻ്റെ ഈ പറഞ്ഞു വന്ന നിങ്ങൾക്ക് മാരത്തോൺ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ, ബൈ. എല്ലാവർക്കും നല്ല പഠന ആശംസകൾ കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.